മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നൊരു കാര്യമാണ്. ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെന്താണ് ഹയർ സെക്കൻഡറി ലെവലിലേ പഠിച്ച് വരുന്നൊരു കാര്യമാണ് എന്താണ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നാണ്. ഓക്കെ, എന്താ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്നാൽ? ഈ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 1 ലാൻഡാണ്, 2 ലേബർ, 3 ക്യാപിറ്റൽ, 4 ഓർഗനൈസേഷൻ സെറ്റപ്പ്. ഇതാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. സപ്പോസ് നിങ്ങൾ ചിന്തിക്കുക, ഒരാളുടെ കയ്യിൽ ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇഷ്ടം പോലെ ക്യാപിറ്റൽ ഉണ്ട്, ദെൻ ഓർഗനൈസേഷൻ സെറ്റപ്പും ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബേഴ്സ് ഇല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഈ പറഞ്ഞ 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം ഇതിനെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബേഴ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അല്ലേ? അപ്പം ഈ മോഡേൺ വേൾഡിൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിന് ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും ആരെയാണ്? എംപ്ലോയീസിനെയാണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് സക്സസ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പറയാറ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഡെവലപ്പായി വന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ റിസോഴ്സ് നമുക്കറിയാമല്ല, വിഭവങ്ങളല്ലേ. അപ്പോൾ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസ് എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഭവമാണ്. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട റിസോഴ്സാണ്. ദാറ്റ് ഈസ് വൈ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. പ്രോപ്പറായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് എന്താണ് സക്സസ് ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഈ ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഡ്വിൻ ബി ഫ്ലിപ്പ് ആണ്. ഡെഫിനേഷൻ കുറച്ച് ലെങ്തി ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടിന് 3 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ നോക്കിയേ, HRM ഈസ് ദി പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ വാക്ക് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, അല്ലേ? മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ നമ്മൾ പഠിച്ച കാര്യമാണ് പ്ലാനിങ്ങും ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇനി എന്തിനാണ് പ്ലാൻ ചെയ്യുന്നത്, എന്തിനാണ് ഓർഗനൈസ് ചെയ്യുന്നത്, എന്തിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇതാണ് രണ്ടാമത്തെ പാർട്ട് പറയുന്നത്. ആ ഗ്രീൻ കളറിലാണ് രണ്ടാമത്തെ പാർട്ട്. എന്തിനു വേണ്ടി എന്നുള്ളതാണ്. ഓഫ് ദി പ്രൊക്യൂർമെൻറ്റ്. എന്താ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ? ശേഖരിക്കുക. ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ ശേഖരിക്കുക, നമുക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ ശേഖരിക്കുക. ദെൻ ഡെവലപ്മെൻറ്റ്. എന്താ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? അവർക്ക് സ്കിൽസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, നോളജ് കൊടുക്കുക, അല്ലേ? കോമ്പൻസേഷൻ. എന്താ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിവാർഡ് നമ്മൾ കൊടുക്കണം, അല്ലേ? അത് സാലറി ആയിട്ടും വേജസ് ആയിട്ടും നമുക്ക് കൊടുക്കാം. യെസ്, കോമ്പൻസേഷൻ. ദെൻ ഇൻ്റഗ്രേഷൻ. എന്താ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ? എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകും. മീൻസ് എന്താണ്? എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാം. ദെൻ വാട്ട് അബൌട്ട് മെയിൻ്റനൻസ്? മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു എംപ്ലോയിനെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ആ എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതായത് നമ്മുടെ സ്ഥാപനം എത്ര കാലം പോകുന്നു അത്രയും കാലം, പരമാവധി പറ്റുന്ന കാലം എംപ്ലോയിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അവരുടെ സാലറിയിൽ ഹൈക്ക് കൊടുക്കണം, അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കണം. ഇനി അതർ വെൽഫെയർ മെഷേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, അല്ലേ? ആൻഡ് സെപ്പറേഷൻ. എന്താ സെപ്പറേഷൻ എന്നാൽ? എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ലീവ് ചെയ്ത് പോവുക, മീൻസ് റിസൈൻ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നതിനാണ് ഇത് വിളിക്കുക സെപ്പറേഷൻ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തിനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അതാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. പ്രൊക്യൂർമെൻറ്റിനെ, ഡെവലപ്മെൻറ്റിനെ, കോമ്പൻസേഷനെ, ഇൻ്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ. ഇനി ഇതിനെ കൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്നുള്ളത്, എന്ത് ബെനിഫിറ്റാണെന്നുള്ളത്? ഓഫ് ദി ഹ്യൂമൻ റിസോഴ്സ് ടു ദി എൻഡ്. ടു ദി എൻഡ് തന്നെയാണ് എന്താണ്? നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, അതിനാണ് എന്ത് വിളിക്കുക? എൻഡ്. ദാറ്റ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആർ അക്കംപ്ലിഷ്ഡ്. ഇൻഡിവിജ്വലിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പറ്റണം, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പറ്റണം, അതേപോലെ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടും പറ്റണം. ഇതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഭാഗം എന്താണ് HRM, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്?
ദെൻ എന്തിനാണ് ഈ പ്ലാൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, ദെൻ ഇതിനെ കൊണ്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്, അതാണ് മൂന്നാമത്തെ പാർട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഡെഫിനേഷൻ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പാർട്ട് വൈസ് 3 പാർട്ടായിട്ട് തന്നെ പഠിക്കുക. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് എച്ച് ആർ എം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എച്ച് ആർ എം. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ അല്ലേ. നമ്മളിപ്പോൾ ഡെഫിനേഷൻ പഠിച്ച സമയത്ത് പറഞ്ഞു അല്ലേ, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതൊക്കെ എന്താ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് അല്ലേ. അതിനാണ് അവിടെയും പറയുന്നത് എച്ച് ആർ എം ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസും പ്രിൻസിപ്പിൾസും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. ദെൻ സെക്കൻഡ് വൺ നോക്കി, കോംപ്രിഹെൻസീവ് ഫംഗ്ഷൻ ആണെന്നാണ്. എന്താ കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ? കോംപ്രിഹെൻസീവ് എന്ന് വെച്ചാൽ എളുപ്പമല്ലാത്തതിനാണ് നമ്മളിന്ന് വിളിക്കുക കോംപ്രിഹെൻസീവ്. എന്തുകൊണ്ട് ഇവിടെ കോംപ്രിഹെൻസീവ് എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് പീപ്പിൾ. നമ്മൾ ഹ്യൂമൻ ബീങ്സിനാണ് മാനേജ് ചെയ്യുക. ഹ്യൂമൻ ബീങ്സിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ടാസ്ക് ഒന്നുമല്ല കേട്ടോ. കാരണം ഓരോ ഹ്യൂമൻ ബീങ്സിൻ്റെ ബിഹേവിയറും ക്യാരക്ടറും ആറ്റിറ്റ്യൂഡൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് ഡീൽ ചെയ്യണം. ദെൻ ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. ഓക്കെ, എന്താ ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മളൊരു പ്രോഗ്രാമോ പോളിസീസോ ഡിസിഷൻസോ എടുക്കുന്ന സമയത്ത് അതെങ്ങനെയുള്ളതായിരിക്കണം? എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷനെയും ഗ്രോത്തിനെയും കൺസിഡർ ചെയ്യുന്നതായിരിക്കണം. ദെൻ ആക്ഷൻ ഓറിയൻറ്റഡ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് കാരണം ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് പേഴ്സണൽ പ്രോബ്ലംസ്. അതായത് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് പ്രോബ്ലംസ് ആണ്, അല്ലാതെ വ്യക്തിപരമായ പ്രോബ്ലംസ് അല്ല. പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? നമ്മൾ എച്ച് ആർ എമ്മിനെ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് കൂടെ പറയും കേട്ടോ. അതുകൊണ്ടാണ് അവിടെ പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ അതായത് എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ്. ദെൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എന്താ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. നമുക്കൊരിക്കലും ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇങ്ങനെ സ്ഥാപനത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. എംപ്ലോയീസിനെ മാനേജ് ചെയ്യണം, എംപ്ലോയീസിനെ പ്ലാൻ ചെയ്യണം, അവരെ ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. എന്താ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്നാൽ? ഞാൻ ഡെഫിനേഷൻ പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നതാണ് പ്രൊക്യൂർമെൻറ്റ്, ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് തന്നെ എന്താണ്? നമ്മളൊരു എംപ്ലോയിനെ സ്ഥാപനത്തിലേക്ക് സെലക്ട് ചെയ്താൽ മാത്രം പോരാ, ആ എംപ്ലോയി ഏത് ജോബാണോ ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള സ്കില്ല്, നോളജൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അതിനാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുക. ദെൻ പെർവാസീവ് ഇൻ നേച്ചർ. നമ്മൾ ഈ എച്ച് ആർ എം പഠിക്കുന്നത് ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ബിസിനസ്സുകളിൽ എച്ച് ആർ എം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ ബിസിനസ് ഓർഗനൈസേഷനിൽ മാത്രമാണോ എച്ച് ആർ എം ഉള്ളത്? ഒരിക്കലല്ല കേട്ടോ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലും നമുക്ക് എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വേണം. അതായത് എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് കെയർ ആണെങ്കിലും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി, അവിടെ മാനേജ്മെൻറ്റ് ഉണ്ട് കൃത്യമായിട്ട്. അതേപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നോക്കി, അവിടെയും മാനേജ്മെൻറ്റ് ഉണ്ട്. ഇപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ഏരിയയിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതല്ല. മാനേജ്മെൻറ്റ് എന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും നമുക്ക് എന്ത് വേണം? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വേണം. ഓക്കെ.